ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾ ഇപ്പം പ്രതിധ്വനിക്കുന്ന ന്യൂസ്, അതായത് കുഞ്ഞിനെ ജനാലയിൽ കൂടെ എറിഞ്ഞു, അത് ഹരിപ്പാടാണ് നടക്കുന്നത്. അപ്പം ഞാനൊരു ഹരിപ്പാടുകാരി ആയതുകൊണ്ട്, ഒരു ബ്ലോഗർ ആയതുകൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്താണേലും ആ കുട്ടി കാണിച്ചത് വളരെ മോശമായി പോയി. ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അബോഷൻ, അതുപോലുള്ള കാര്യം. ഞാൻ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ആസ് എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ഞാൻ പറയുന്നു, ലീഗലായിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് ഇതിലെ മെയിൻ തെറ്റെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെയാണ്. പേരൻസിനോട് നമ്മൾ ഫ്രീ ആയിട്ട് ഇടപെടാത്തത്, അവരുടെ ഗൈഡ് ലൈൻ ആ കുട്ടിക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പം ആ കുട്ടി ഇതിലോട്ട് കൊണ്ടെത്തിയത്. ഇപ്പം ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ചിലപ്പം ആ കുട്ടി അങ്ങനെ ആയപ്പോൾ പാനിക്കായി കാണും. ആ കുട്ടിക്ക് എങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഉണ്ടായതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അതിൽ പേരൻസിന് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ആ വിഷയം ഇത്രയും റൂഡായിട്ട് എല്ലാ ആൾക്കാരും അറിഞ്ഞത്. ആ കുട്ടി അറിയിക്കേണ്ടെന്ന് വിചാരിച്ച കാര്യമാണ് ഇതിപ്പം ലോകം മുഴുവൻ അറിഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിവുണ്ട്, അതിനെ വളർത്താനുമുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് നിശ്ചയദാർഢ്യമായിട്ട് ഒരു കാര്യത്തിൽ നിൽക്കാനുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകാവൂ. ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യരുത്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് എന്തോരം മുഖ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവർ നമ്മുടെ മുന്നിൽ, അതായത് ഞാനൊരു നേഴ്സാണ്, ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞ് പിഴിഞ്ഞിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടെന്ന കാര്യമെന്ന് വെച്ചാൽ, കുട്ടികളാണെങ്കിലും നമ്മൾ പേരൻസിൻ്റെ ഗൈഡിങ്ങിൽ വളരുക. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ പേരൻസിനോട് പറയാം. അപ്പം അവരല്ലാതെ ആരും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ സ്നേഹിച്ച് കണ്ണേ പൊന്നെ എന്ന് കൊണ്ടു നടക്കുന്ന ഒറ്റ മനുഷ്യനെ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും വളരെ ക്രൂരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം അംബിലിക്കൽ കോഡെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമുള്ള ഒരു കോഡാണ്. അപ്പം അതുവരെ സ്വന്തമായിട്ട് വലിച്ചു പറിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്തോരം ക്രൂരമായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറിയെന്നും കൂടെ ഞാൻ ചിന്തിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തുവാ ഇതിൽ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, ബൈ ഗൈസ്. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ.